നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൽപ്പറ്റ സെന്ററിന്റെ നേതൃത്വത്തിൽ ഹാരിസൺ മലയാളം ചൂണ്ടൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കിടയിൽ ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. നഴ്സുമാരായ ജോഷ്മ, ഷബാന, ഫിസിയോ അസിസ്റ്റന്റ് സെറീന, ഡ്രൈവർ മുഹമ്മദ് എന്നിവരും ക്യാമ്പയിനിൽ പങ്കെടുത്തു. ആൽഫ കൊല്ലം സെന്റർ അവലോകന യോഗം നടത്തി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഹോം കെയർ, ഫിസിയോതെറാപ്പി, പബ്ലിക് റിലേഷൻസ് എന്നീ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി യഥാക്രമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാജഹാൻ, സുധീർ, ഷിബു റാവിത്തർ എന്നിവരെ ചുമതലപ്പെടുത്തി. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും യോഗം തീരുമാനിച്ചു. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, സെന്റർ പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ, സെക്രട്ടറി ബിന്ദു സാജൻ, ട്രഷറർ ശ്രീദേവി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലയിൽ ആൽഫയുടെ സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൊടുപുഴ ജില്ലാ ഹോസ്പിറ്റലിൽ ആരോഗ്യ കേരളം ജില്ലാ കോർഡിനേറ്റർ സിജോ വിജയൻ മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമായി ചർച്ച നടത്തി. ജില്ലയിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ചും സന്നദ്ധ സംഘടനകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നടത്തിയ പ്രാഥമിക ചർച്ചയിൽ ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലീഡ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ, കട്ടപ്പന എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.